ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ പാറു. അപ്പോൾ ഇന്ന് നമ്മളൊരു നേച്ചർ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ച് നമ്മളൊരു കുക്കിംഗ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ടേസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും ഗൈസ്. അതാണ് കുറച്ച് ഡിഫിക്കൽട്ട് വാനൽക്കാൻ പിടിച്ച് ചാവുമെന്ന് പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലച്ചു അവിടെ സാധനങ്ങൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാങ്ങയാണ് പറിക്കാൻ പോകുന്നത്. മാങ്ങ വെച്ചിട്ട് എന്താ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഗൈസ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാങ്ങ പറിക്കണം. നമുക്ക് നോക്കാം. ആച്ചി മാങ്ങ പറിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഈ ഒരു വെള്ളം എടുക്കുകയാണ്. ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക് ഉണ്ട് ഗൈസ്. ഒരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ട്. വെള്ളം എടുത്തുകൂടെ അതിനകത്ത് നോക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ആച്ചി മാങ്ങ പറിച്ചിട്ടുണ്ട്. ആച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ ഒരു തുണിയൊക്കെ വെച്ച് ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കത്തിക്കാനുള്ള സംഭവം, ഇത് തീപ്പെട്ടി എന്ന് വെച്ചാൽ, പിന്നെ ഇത് വെള്ളം, ഇത് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി. ഞങ്ങൾ നേച്ചർ കുക്കിംഗ് ആണ് പറഞ്ഞത്. പക്ഷേ എല്ലാം ഇപ്പം നേച്ചറിന് എടുക്കാൻ പറ്റുമോ? ഇല്ല, അതാണ്. അപ്പോൾ ആച്ചിയുടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ കത്തിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഗൈസ് കളഞ്ഞു ഗൈസ്. ഗൈസ് അപ്പോൾ ഇവിടെ കത്തിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആച്ചി ഇവിടെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് പച്ചയാണോ പഴുത്ത മാങ്ങയാണോ? മിക്സ് കഴുകണം കേട്ടോ. പിന്നെ നമ്മൾ മണ്ണിൽ ഇത് വേസ്റ്റ് തുണി അത് നീ ഓർക്കണം. കാണാം. ഞങ്ങൾ നേരത്തെ മുറിച്ചത് പഴുത്ത മാങ്ങയായിരുന്നു. പച്ചമാങ്ങയാണ് വേണ്ടത്. ഞങ്ങൾ പച്ചമാങ്ങ വോക്കിന് ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെ മൊത്തം മാങ്ങയാണ്. ഗൈസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഈസി ആയിരിക്കില്ല, കഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾ വേറെ ഒരു മാങ്ങ എടുത്തിട്ട് പിന്നെയും മഞ്ഞ കളർ തന്നെയാണ്. ഞങ്ങൾ രണ്ട് ഇത്രയുള്ള പീസാക്കിയിട്ട് ഞങ്ങളത് പീസ് ആക്കാൻ പോകണം. ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് നമ്മളത് കഴിച്ച് ചത്തുപോയെങ്കിൽ ഇനി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കത്തിച്ചത് അണഞ്ഞു പോയി ഗൈസ്. കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കത്തിച്ചിട്ട് കാണിച്ചു തരാം. കത്തിക്കുന്ന ശ്രമത്തിലാണ്. ഇനി പേപ്പർ എടുക്കാൻ പോവാണ് ഗൈസ്. പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണം. എടി അത് പാത്രം പൊന്നിച്ചിട്ട് കത്തിക്കേ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. ഗൈസ് കത്തുന്നുണ്ട്, നല്ല പുകയാണ് ഗൈസ്. ഞങ്ങൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. അതൊക്കെ ചൂടായി ഇങ്ങനെ അറിയാം ഗൈസ്. നീ എന്താ കാണിക്കുന്നത്? ചൂടായിട്ടുണ്ട്. ഒഴിച്ചോ. അയ്യേ, എന്താ ഇത്ര വെള്ളം? ഈ പൊടികളൊക്കെ പൊടിയിടല്ലേ. ഗൈസ് കണ്ടോ ഗൈസ്, ലച്ചു അതിസാഹസകം. എന്താ പക്ഷീന്റെ കൂടോ? അപ്പൊ ഗൈസ് ഇത് എടുത്തോണ്ട് വന്നിട്ട് ഇത് വെച്ച് കത്തിക്കാനാണ്. ആച്ചി ഇവിടെ മാങ്ങ മുറിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ വെള്ളം, മാങ്ങ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇല്ല. അപ്പം ഞങ്ങളിവിടെ കത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ്. നമുക്ക് കത്തിക്കുന്നുണ്ട്. കത്തിക്കണേ ആച്ചി, അതെടുക്ക്. എടേ അടക്കാം. ഞങ്ങൾ ആദ്യം അവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. അവിടെ ഭയങ്കര മണ്ണുള്ളതുകൊണ്ട് നല്ല കത്തിയില്ല. അവിടെ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റി ഗൈസ്. പിക്നിക്കിന് വേണ്ടി ലേസ് എല്ലാം വാങ്ങാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ലേസ് വാങ്ങാൻ കടയിലേക്ക് പോവാണ്. ഇങ്ങോട്ട് വാടി. ഞങ്ങൾ ലേസ് മേടിക്കാൻ പോവാണ്. പിക്നിക് തുടങ്ങി സാധനങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ക്യാമറ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട്. നിലത്തല്ല കേട്ടോ ഗൈസ് ഇരിക്കുന്ന, അവിടെ തുണിയുണ്ട്. ഓക്കെ. ഫസ്റ്റ് നമ്മുടെ കറി ടേസ്റ്റ് ചെയ്തു. ചെറുതോട്ട് വലുത് വരെ. കഴിച്ചോ കാച്ചി? ഒരു കഷ്ണം എടുത്ത് കഴിച്ചോ. ചത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. കഴിച്ചോ. അവള് എങ്ങനെ ഉണ്ടാക്കി? എരിവില്ലേ? നല്ല എരിവില്ലേ ഗൈസ്? കുറെ മുളക് പൊടിയുണ്ട് ഗൈസ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞങ്ങൾ വെള്ളം ബോയിൽ ചെയ്തിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് മാങ്ങ പീസ് ആക്കിയിട്ടാണ്.
മഞ്ഞൾപ്പൊടി നല്ല ടേസ്റ്റ്. തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിയേക്കാം. നമുക്ക് ലേസ് വെച്ച് തുടങ്ങാം. ഞാൻ വീതിക്കാൻ പോകണേ. ഒരാൾക്ക് 2 ലേസ്. നിർത്താ പോലെ ആസ്തറ്റിക് ആവണ്ടേ. അപ്പോൾ ഞങ്ങൾ 2 എടുത്തിട്ടുണ്ട്. എടി നമുക്കൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ലേസ് എടുത്തിട്ട് ഇതിനകത്ത് മുക്കി ഞങ്ങൾ തിന്നാൻ പോകണം. നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മുക്കി നോക്കാൻ പോണ. കണ്ടോ, ലേസാണ്. അത്രയും കറിയൊന്നും ഇല്ല ഗൈസ്. എന്നാലും നീ കളഞ്ഞില്ലേ, മാങ്ങ കളഞ്ഞില്ലേ? അജി പൊളിച്ചിട്ട് പുതിയ കോമ്പിനേഷൻ ആണ്. നമുക്കൊരു മാങ്ങ വെച്ച് നോക്കാം. മാങ്ങേൻ്റെ ജ്യൂസിനെസ്സും ലേസിൻ്റെ ക്രിസ്പിനെസ്സും നല്ല രസമാണ് ഗൈസ്. മുക്കി വെക്കാൻ പോണ ഗൈസ്. ഈ മാങ്ങ കിട്ടിയില്ല. നന്നായി. ഗൈസ് ഇപ്പം സമയം 4:14. ഞങ്ങൾ പിക്നിക്ക് നടത്തിക്കൊണ്ടിരിക്കും. എല്ലാവരും ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ പിക്നിക്ക് നടത്തി. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഇന്നാലേ ഞങ്ങൾ 5.something ഇത്ര ആൾ കാണില്ലേ. അപ്പോൾ ഈ വീഡിയോന്ന് ആരൊക്കെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നോ ഞങ്ങൾ ഇങ്ങനത്തെ ഇനിയും കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം, അടുത്ത വീഡിയോ കാണാം. ബൈ.